നമ്മളിന്ന് ഇവിടെ ഫിഷിങ്ങിന് വന്നതാണ്. ഞാൻ കുറേ മീനൊക്കെ പിടിച്ചു. ഷിൻചാനെ നിങ്ങൾക്ക് കിട്ടിയാളാ? എൻ്റെ കണ്ണിലെന്താ ഫ്രണ്ടിലെ നോക്കൂ ഫ്രണ്ടിലെണ്ണ. ഞാൻ കുറേ മീനൊക്കെ പിടിച്ചു. എന്നാലും എൻ്റെ അത്ര മീനൊന്നും നീ പിടിച്ചില്ല. ആണോ? എന്നാൽ ഞാൻ ഇവിടെ ഫുള്ള് മീൻ പിടിച്ചിട്ടേ വരും. എന്നാൽ നീ ഇവിടെ നിന്നോ, ഞാൻ പോവും വീട്ടിൽ. എനിക്ക് നടന്നവരറി, വീട് തൊട്ടടുത്തില്ലേ. ഫ്രണ്ടിലെണ്ണ നോക്കി മീനൊക്കെ കൊണ്ടുവന്ന് വിൽക്കാല്ലേ. ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് കൊണ്ടുവന്ന് വിൽക്കാനേ. നമുക്ക് പൈസ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നീ വാ, എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല ഫ്രാങ്കിലെണ്ണം പിടിച്ചതിൻ്റെ അത്ര മീൻ പിടിച്ചിട്ട് ഞാനും വരും. നമുക്ക് അത്രയും പിടിക്കാൻ പറ്റില്ലടാ. നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല ഫ്രാങ്കിലെണ്ണ, ഞാൻ വരൂല. എടാ നിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാവില്ല കൈസ്. അവന് അതാണ് ചവിട്ടി കൂട്ടി അവന്. വാടാ ഇങ്ങോട്ട്. എന്തിനാ ഫ്രാങ്കിലെണ്ണ ചവിട്ടിയത്? എൻ്റെ മൂക്കിലേക്ക് വെള്ളം കയറി. മനഃപൂർവ്വം ചവിട്ടിയത്. എടുത്തോണ്ട് വാടാ, നമുക്ക് വീട്ടിൽ പോവാം. ഫ്രാങ്ക്ലിൻ, നീ എടുത്ത് തലയിൽ വയ്ക്കി. അപ്പോൾ അവിടെ എനിക്ക് ഫ്രേക്ക് മുടി. ഫ്രാങ്ക്ലിൻ, നിനക്ക് മീൻ കഴിക്കണമെങ്കിൽ മതി. സമ്മതിയൂല്ലേ? നിൻ്റെ തലയിലും എടുത്ത് വെക്കണം. ഓക്കെ ഫ്രാങ്ക്ലിൻ, നീ എടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ചാ. ഇവ എൻ്റെ ഫ്രേക്ക് മുടിയും ഡ്രസ്സൊക്കെ അഴുക്കാക്കുമെന്നാണ് തോന്നുന്നത്. ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. വാടാ ഇങ്ങോട്ട്. അവിടെ കിടന്ന് കഥകളി കളിച്ചുകൊണ്ടിരിക്കാതെ ഗൈസ്. ഇവനെ കൊണ്ട് ഞാൻ ഒരിടത്ത് ഫിഷിങ് വരില്ല ഗൈസ്. അപ്പോൾ മീൻ പിടിച്ചിട്ട് വിൽക്കണം. അത് വരൂല. ഞാൻ പിടിച്ചാലേ വരൂ. വരെയൊക്കെ ഇങ്ങോട്ട് വാടാ. വരയില്ല ഫ്രാങ്ക്ലിൻ, നിങ്ങളും ദേഷ്യപ്പെടാതിരിക്കും. ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? ഞാൻ ഈ വീഡിയോയിലൊക്കെ ഫേസ് ക്യാം ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ കാറിൽ ഫ്രേക്ക് അതിലൊക്കെ വെച്ചോണ്ട് പോകണം. മീനാറ്റമൊക്കെ അടിക്കും. നമ്മളെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു ചേച്ചിക്ക് കൊടുത്താലോ? ഫ്രാങ്ക്ലിൻ, എന്താണ് നീ ഇപ്പോൾ പറഞ്ഞേ? ഫ്രാങ്ക്ലിൻ, ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു ചേച്ചിക്ക് മീൻ കൊടുത്താലോ എന്ന്. നിനക്ക് വേണമെങ്കിൽ നീ കൊടുത്തോ. ഫ്രാങ്ക്ലിൻ, ദേ ഒരു മുയലൊക്കെ അവിടുന്ന് ഓടിയായിരുന്നു. എന്നാൽ നീ പോയി പിടിച്ച കറി വെച്ചിടാ. പോ ഫ്രാങ്ക്ലിൻ. പോണ വഴിക്ക് നമ്മളെ വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചിയുടെ വില്ല് നിൽക്കുന്നേ. ഫ്രാങ്ക്ലിൻ, നീ ഇങ്ങോട്ടൊക്കെ കയറ്റുന്നേ. സോറിടാ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ, ഇവിടെ എത്ത്. ഫ്രാങ്ക്ലിൻ, നീ മീൻ പിടിക്കാൻ പോയതാണോ? അതെ ജി. ഇവിടെ എത്തിയപ്പോൾ ഷിൻചാൻ പറയുന്നു അവന് ചേച്ചിക്ക് മീൻ തരണം ഒരു ബക്കറ്റ്. ആണോടാ? നല്ല ഫ്രഷ് മീനൊക്കെ തന്നെയാണോ? ചേച്ചി, ഞാൻ ഇപ്പോൾ ചൂണ്ടയിട്ട് പിടിച്ചോണ്ടേ ഉള്ളൂ. അത് ചേച്ചി, ഫ്രീ ആയിട്ടൊന്നുമില്ല, പൈസ വേണം. ഷിൻചാനെ വീട്ടോളം. ചേച്ചി എടുത്തോ. ഷിൻചാനെ ഒരു ബക്കറ്റ് എടുത്തു വിടറാ. ചേച്ചി പൈസ ഉണ്ടായിരിക്കണേ. അവനും പോക്കറ്റ് മണിയൊക്കെ വേണ്ടേ ഫ്രാങ്ക്ലിൻ? എന്താ ഷിൻചാനെ പൈസ? ഓക്കെ, ചേച്ചി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. നീ നടന്നു വേടാ. നടന്നു വേടാ അങ്ങോട്ട്. തൊട്ടടുത്തല്ലേ വീട്. ഫ്രാങ്ക്ലിൻ, എനിക്ക് നടക്കാൻ വയ്യ. ഇവരേക്ക് വാടാ. സാറിന് ഞാൻ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തടാ. അവൻ പൈസ ചോദിച്ചു. ഞാൻ വിചാരിച്ചു ആ ചേച്ചി ഫ്രീ ആയിട്ട് വന്നാ. എന്താ ഫ്രാങ്ക്ലിനെ കാറി കയറ്റാത്തേ? മീനിനെ താഴെ കൊണ്ടുപോയടാ. ആ ചേച്ചി ഇത് പൈസ ചോദിക്കുക നിൻ്റെ ഒരു ഇതാടാ പറഞ്ഞ. പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? പിന്നെ നീ എന്തിനാ പറഞ്ഞാൽ കൊടുക്കാൻ? ഞാൻ വിചാരിച്ചു നീ ഫ്രീ ആയിട്ട് കൊടുക്കാനാണെന്ന്. എന്തായാലും നീ ചോപ്പിനും കൂടെ 2 മീൻ കൊടു. ചോപ്പേ, എന്താ ഫ്രാങ്ക്ലിൻ ഒരേ സമ്മതിക്കൂലേ? ഷിൻചാൻ്റെ കയ്യിലെന്താ മീനാണ്? ഷിൻചാനെ, എനിക്കൊരു മീൻ താടാ. 2 തരാൻ പറഞ്ഞപ്പോൾ 2 കുറച്ചും കൂടെ താടാ. ചോപ്പ, നീ ആദ്യം അത് കഴി, എന്നിട്ട് തരാം. ഫ്രാങ്ക്ലിൻ, നമുക്ക് ഫിഷ് ബാർബിക്യൂ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം, നീ കൊണ്ടുപോവാ. ഇവിടെ ഇത് കട്ടി. എനിക്കൊന്നും ഫ്രാങ്ക്ലിൻ, നീ കട്ടി. എനിക്കും അറിയത്തില്ല.
തൽക്കാലം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കഴുകിയിട്ട് അങ്ങോട്ട് ഇടറാ. ഫ്രാങ്ക്ലിൻ്റെ തല തന്നെ എടുക്കുന്നു, ഒന്ന് ഇറക്കിത്താ. വേണമെങ്കിൽ ഇറക്കടാ, മീൻ പിടിച്ച മീനല്ലേ. ഗൈസ് നമ്മളിവിടെ ഫിഷ് ബാർബിക്യൂ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഈ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ് ചെയ്യാത്തതാണെങ്കിൽ സബും കൂടെ ചെയ്ത് വെച്ചിരിക്കുക. ഷിൻജാനെ പോയി നോക്കിക്കൊണ്ടിരിക്കുക, പോയി മസാലയൊക്കെ എടുത്തോണ്ട് വേണം. എനിക്കറിയത്തില്ല ഫ്രാങ്ക്ലിൻ എവിടെയൊക്കെ മസാല ഇരിക്കുന്നതെന്ന്. നീ തന്നെ പോയി എടുക്ക്. ഇതിനെ കൊണ്ട് കുറച്ചും കൂടെ വേവട്ടെ, എന്നിട്ട് പോയി എടുക്കാം. ഫ്രാങ്ക്ലിൻ നീ ഇവിടെ ടി വി ഉണ്ട് വെച്ച കാര്യമായി. എനിക്ക് ടി വി ആണല്ലോ, നിനക്ക് ഇപ്പം കാണാനില്ല, കുറേ കഴിഞ്ഞിട്ട് നോക്കി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിരുന്ന് കാണാൻ. ഇതെന്താ ഗൈസ്, ഞാൻ ടി വി വെച്ച് നോക്കിയപ്പോൾ ഇതാണല്ലോ കാണിക്കുന്നത്. സ്റ്റേഷൻ പണിയാനുള്ള സ്ഥലം കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മളിവിടെ നമുക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ മാത്രമേ അവിടുന്ന് ബാക്കിയുള്ള ഏലിയൻസ് ഒക്കെ വരുത്തുള്ളൂ. അവരെല്ലാം വന്നതിന് ശേഷം ഈ ഭൂമി നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ നമുക്കൊരു ബോസ് വേണം, അതിനൊരാളിനെ കൂടെ നമ്മളെ തേക്ക് കണ്ടുപിടിക്കാം. ഇത് പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ആരും കാണുന്നില്ല, ആളില്ലാത്ത സ്ഥലമാണ് പറ്റിയത്. ശരി, ഇത്രയും സ്ഥലവും വേണം. കുറെ വലിയതായിട്ട് എനിക്ക് പണിയാനുള്ളതാണ്. ഈ പണിയുന്ന സംഭവം കണ്ട് ഈ എർത്തിലുള്ള ആൾക്കാരെല്ലാം പേടിച്ചു പോകണം. അതുപോലെ വലിയതായിട്ട് പണിയണം. നമ്മുടെ അവിടുന്ന് വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ സേഫ് ആയിട്ടിരിക്കണം. അതുപോലെ സേഫ് ആയിട്ട് നമുക്ക് പണിയാം. ശരി, നമുക്ക് ഡ്രില്ലിങ് തുടങ്ങാം. പണി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ തീരെ കണ്ടുപോയോ? ആണെന്നാടാ തോന്നുന്നത്. അല്ലല്ലല്ല, ഷോ സെക്യൂരിറ്റി കണ്ടായത്. ഇതാരാ വിളിക്കുന്നത്? ഹലോ ഫ്രാങ്ക്ലിൻ, ഏജൻറ്റാ? ഏത് ഏജൻറ്റ്? മിലിറ്ററി ബേസിലെ ഏജൻറ്റാ? എന്താ ഏജൻറ്റേ? നീ കണ്ടു കാണത്തില്ലേ, ഏലിയൻസൊക്കെ ഒന്ന് ഡ്രില്ലിങ് തുടങ്ങിയ? ഞാനത് കണ്ടോണ്ടിരുന്നപ്പോൾ ഒന്ന് ഷോ സെക്യൂരിറ്റി കണ്ടായി. അത് ഇവിടെ അങ്ങനെയാടാ. എന്നാ ഞാൻ നിന്നെ വിളിച്ചേ, നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ? അത് ഏലിയൻസിൻ്റെ പണിയാണ്. ഓക്കെ ഗൈസ്, നമ്മളെ ഏജൻറ്റ് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. വാടാ, നമുക്ക് മിലിറ്ററി ബേസ് വരെ ഒന്ന് പോവാം. അപ്പോൾ ഫിഷ് ബാർബിക്യൂ ഇത് നമുക്ക് വന്നിട്ടായാലും കഴിക്കാടാ. ഫ്രാങ്ക്ലിൻ മരണത്തിലോട്ടാണ്, നമ്മൾ ഏലിയൻസിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇത് കഴിച്ചിട്ട് പോയാലോ? ഇവരെ കൊണ്ട് നോക്കട്ടെ, വെന്താന്ന് നോക്കട്ടെ മീനൊക്കെ. ഇവിടെ വെന്തില്ലെന്നാണ് തോന്നുന്നത്, കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത്. നീ പോയി തൊട്ട് നോക്കും ഫ്രാങ്ക്ലിൻ, അതില്ലേ? നോക്കട്ടെടാ. വാടാ, നമുക്ക് പോവാം. ചോപ്പേ അകത്തേറിയിരിക്കേ. ഏലിയൻസ് ഒരേ കടിച്ച് കീറുകയോ, ഒരു ദൈവം ദക്ഷിണ കാണിക്കണ്ട. നിന്നൊന്നും ചെയ്യാതെ നീ നോക്കിയാൽ മതി. ഷിൻജാനെ വേഗം വാടാ, പോവാം. നമ്മുടെ ഏജൻറ്റ് നമ്മൾ മിലിറ്ററി ബേസിലോട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് എവിടെയെങ്കിലും ലൈക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ മിലിറ്ററി ബേസിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഏജൻറ്റിനെ പെർമിഷനിലാണ് കയറിയ അവന്മാരൊക്കെ നമ്മൾ അടിക്കും ഗൈസ്, വെടിവെച്ചിടും. ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ലോ, അതെന്താ കുറേ പേരിരിക്കുന്നേ? ഇവിടെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ വന്നപ്പോൾ പുതിയ മിലിറ്ററിക്കാരാണെന്ന് തോന്നുന്നു ഗൈസ്. സ്പെഷ്യലി ചീഫ ഏജൻറ്റും കണ്ട് അവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മളെ വിളിച്ചാണ്. സാറേ എന്തിനാ വിളിച്ചത്? ഫ്രാങ്ക്ലിൻ നീ കണ്ടില്ലടാ, ഏലിയൻസൊക്കെ ഒന്ന് ഡ്രില്ലിങ് തുടങ്ങി. അവിടെ പോയി നീ ഒന്ന് നോക്ക്. അതൊക്കെ കണ്ടു സാറേ. പിന്നെ ഇതാരാ? കുറേമാർ അതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ഇറങ്ങുന്ന ഫോഴ്സാണ്. ഇതിൽ ഈ ലൈറ്റ് എത്തുന്നില്ലേ കണ്ണിൽ, അവനാണ് മെയിൻ. അവൻ്റെ കൂടെ നീ ആ ഡ്രില്ലിങ് നടന്ന് അവിടെ പോയിട്ട് നോക്കണം എങ്ങനെയാണ് അവിടെ നിൽക്കുക, എന്തൊക്കെ അവന്മാർ ചെയ്തെന്ന്. എനിക്കിപ്പോൾ ടി വിയിലൊന്നും കാണാൻ പറ്റുന്നില്ല, കാരണം അവന്മാരെന്തോ ചെയ്ത് ടി വി ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചു. നീ ഒന്ന് പോയി നോക്കിയിട്ട് വരുമോ? അതിനെന്താ സാറേ, ഈ ഓഫീസറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. അത് വേണ്ട ഫ്രാങ്ക്ലിൻ, നിനക്ക് കൊല്ലം പറ്റിയ ഞാൻ സമ്മാനം പറയേണ്ടി വരും. നീ എന്നോട് പോയാൽ മതി. വേണ്ട സാറേ, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. ഫ്രാങ്ക്ലിൻ ഞാൻ പറയണ കേട്ടോ, ഇങ്ങനല്ലോ.
ഫ്രാങ്കു നീ പോയി പെട്ടെന്ന് പോയി നോക്കിയിട്ട് വന്നാൽ മതി. പിന്നെ നിൻ്റെ ഗണ്ണൊക്കെ ഇല്ലേ ഏലിയൻസിന് അടിക്കാൻ പറ്റിയ അതുകൊണ്ട് അതെടുത്തോണ്ട് വെക്കോ. പിന്നെ ഇവനെ കൊണ്ട് വെക്കോ. സാറേ ഷിൻചാനെ ഇവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല, ഇവിടെയും ഏലിയൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇയാളോടെ പോണം. ഫ്രാങ്കിൾ എന്നാണ് ഇയാളുടെ പേര്. ഇയാളെ നീ നല്ലോണം നോക്കിക്കൊള്ളണം. ഇയാൾ പറയുന്ന എല്ലാം കേട്ടോളാം കേട്ടോ. ഓക്കെ സാറേ. ഫ്രാങ്കിൾ സാർ ഇപ്പം നമുക്ക് പോയാലോ? പോവാം. വാ വേഗം ഒന്ന് വണ്ടി കയറും. ഫ്രാങ്കിൾ സാർ, ഞാൻ വേണമെങ്കിൽ കുറച്ച് ആൾക്കാരെയും കൂടെ വിളിക്കാം. വേണ്ട, ഞാൻ തന്നെ മതിയായിരുന്നു. തന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് റിസ്ക്കാണ്. തനിക്കെല്ലാം പറ്റി ഞാൻ ഉത്തരവാദിത്വം പറയേണ്ടി വരും. അത് സാരമില്ല സാർ. സാർ, അവിടെ ചിലപ്പോൾ ഏലിയൻസ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? തൻ്റെ കയ്യിൽ ഗണ്ണില്ലടോ, അതെടുത്ത് അങ്ങോട്ട് വെടി വെച്ചിട്ടാൽ മതി. ഓക്കെ ഫ്രാങ്കു സാർ. ഫ്രാങ്കോ? തൻ്റെ പേര് ഫ്രാങ്കിൾ എന്നാണ് സാറേ. അത് ഷോർട്ട് ഫോം ആക്കി വിളിച്ചത്. നോക്കട ഷിൻചാനെ, ആ ഏലിയൻസ് ഡ്രില്ല് ചെയ്തതിൻ്റെ അവിടെ ഉള്ള സാധനങ്ങളാടാ. എന്തോ ഫ്രാങ്കിളത്, ഒരു ബേസ് തന്നെ പണിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എന്തോ റെഡ് ഉള്ളതിലൊക്കെ പമ്പലമൊക്കെ പോലെയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഷിൻചാനെ, ഏലിയൻസ് വരികയാണെങ്കിൽ അടിച്ചിട്ടുള്ളൂ കേട്ടല്ലോ. സാറെവിടെ? സാറെ അടിച്ചിട്ടുള്ള ഏലിയൻസ് വരികയാണെങ്കിൽ ഞാൻ ഫ്രണ്ടേ പോവാം. ഒന്ന് ഓടി വാടാ ഷിൻചാനെ, എന്നിട്ട് അടിയടാ. ശിവന്മാർ ഓടിയും വരത്തില്ല. നമുക്ക് ഇവിടുന്ന് അങ്ങ് അടിച്ചു തുടങ്ങി. അവിടെയൊക്കെ ഏലിയൻസൊക്കെ നിൽപ്പുണ്ട്. ശിവന്മാരൊന്നും അടിക്കണില്ലേ ഷിൻചാനും ആ ഓഫീസറൊന്നും? ഇവിടെയൊന്നും ഏലിയൻസിനെ കാണാനില്ല. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെയൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. ഇതൊക്കെ നിൽപ്പുണ്ട്. അവന്മാരയിൽ എന്തോ ലേസർ ഗണ്ണാണ് ഗൈസ് അടിക്കുന്നത്. നമ്മളതിൽ അതിനെക്കാട്ടിയും പവറുള്ള ഗണ്ണാണ് ഇത്. വെച്ച് ഏലിയൻസ് എല്ലാം ആരും വെടിവെച്ചാലും ചാവും ഗൈസ്. ഷിൻചാനും വെടിക്കുന്നുണ്ട്. ഫ്രാങ്കിൾ, നീ എത്ര പേരെ കൊന്നു? ഞാൻ നീ കാണാം. ഞാൻ എണ്ണില്ല. എനിക്കാദ്യം ഒരാളെ കൊല്ലാൻ പറ്റുള്ളൂ. സാറല്ല, ഞാൻ ഏലിയൻസിനെ കാണിച്ചു തരാം. ഇനി വരുമ്പോൾ കൊന്നാൽ മതി. ഓക്കെ ഫ്രാങ്കിൾ. എടാ വരുന്നു. അടിച്ചോ. ഓക്കെ ഫ്രാങ്കിൾ, ഞാൻ അടിക്കുന്നുണ്ട്. ഞാനും കൊന്നു കുറേ പേരെ. അവിടെ എന്ത് ലൈറ്റ് കാണുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. അവിടെ എന്തോ ലൈറ്റ് കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുക കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. ഞാൻ പോയിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിക്കോ. ഓക്കെ ഷിൻചാനെ, ഞാൻ വന്നില്ലെങ്കിൽ നീ മിലിറ്ററി ബേസിൽ തന്നെ പോയി നിൽക്കണം. വീട്ടിൽ പോയി നിൽക്കില്ല. വീട്ടിൽ പോയാൽ ചോപ്പിനെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ മിലിറ്ററി ബേസിൽ പോകണം കേട്ടല്ലോ, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ. ഓക്കെ ഫ്രാങ്ക് സാർ, ഞാൻ അങ്ങോട്ട് പോവാൻ. എല്ലാവരും പൊക്കോ. നമുക്ക് കയറാം ഗൈസ്. അതിനകത്തോട്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. അയ്യോ ഗൈസ്, എനിക്കെന്താ പറ്റുന്നത്? അയ്യോ ഗൈസ്, ഞാൻ ബോധം കേട്ടു. ഇതേത് സ്ഥലം? എന്താ ബുൾസൊക്കെ പോലെ. ഗൈസ്, എനിക്കിവിടെ രക്ഷപ്പെടാൻ പറ്റില്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. എന്തെങ്കിലും ഇപ്പോൾ ടോർച്ച് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇതൊരിക്കലും ലൈക്ക് ചെയ്യാത്തതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ എടുക്കുന്നവരെ എല്ലാവർക്കും ബൈ.